നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ ശിമിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനവചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ വാർത്തമായ ശിമിശിഹായ വിശുദ്ധായ എവങ്കേലിയോൻ ലോകത്തിന് രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗനായ വിശുദ്ധമത്തായ ശ്രീഹായിൽ നിന്ന് നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ ശിമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് പ്രകാരം ഇവ സംഭവിച്ചു. വീണ്ടും സ്വർഗരാജ്യം മണവാളന്റെയും മണവാട്ടിയുടെയും എതിരേൽപ്പിനായിട്ട് ദീപവിളക്കുകൾ എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശമായിരിക്കും. അവൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനങ്ങളുമായിരുന്നു. ബുദ്ധിഹീനങ്ങൾ തങ്ങളുടെ വിളക്കുകൾ എടുത്ത് എണ്ണ കൂടിയെടുത്തില്ല. ആ ബുദ്ധിമതികളാകട്ടെ നിങ്ങളുടെ വിളക്കുകളോടുകൂടെ പാത്രങ്ങൾ എണ്ണിമെടുത്തു. മണവാളൻ താമസിച്ചുകൊണ്ട് അവരെല്ലാവരും ഒന്നിച്ചു തുടങ്ങിയ അർദ്ധരാത്രിക്ക് ഇതാ മണവാളൻ വരുന്നു, അവന്റെ എതിരേൽപ്പിന് പുറപ്പെടുമെന്ന് ആർപ്പോളിയുണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ വിളക്കുകളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകൾ ബുദ്ധിമതികളോട്, ഇതാ ഞങ്ങളുടെ വിളക്ക് വിട്ടുപോയത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറെ ഞങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ അടുക്കൽ പോയി വാങ്ങുവീൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി വിരുന്നുശാലയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കം മറ്റേ കന്യകമാരും വന്ന്, പ്രഭോ പ്രഭോ, ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും സമയത്തെയും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതയായിരിപ്പീൻ എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവസേനയിലേക്ക് യാത്രയായിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മാതാവിനെ പ്രത്യാശയോടും സമാധാനത്തോടും കൂടെ ഇമ്പങ്ങളുടെ പർദീസായിലേക്ക് യാത്ര അയക്കുകയാണ് നമ്മുടെ വിശ്വസിക്കുന്ന കർത്തവ്യം. മരണമെന്ന് പറയുന്നത് ആരുടെ ജീവിതത്തിലായിരുന്നാലും അത് പ്രിയപ്പെട്ടവർക്ക് ദുഃഖകരമാണ്. എന്നാൽ മരണം മുഖേന വാങ്ങിപ്പോകുന്നവർക്ക് സന്തോഷം കൂടെ ആയിരിക്കാനാണ് സാധ്യത. കാരണം ഈ ലോക ജീവിതത്തിൻ്റെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ഈ മരണം മുഖേനയായി അവർ വിമുക്തി പ്രാപിക്കുകയാണ്. മരണം എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു സുനിശ്ചിതമായ യാഥാർത്ഥ്യമാണ്. ജനനവും മരണവും അതിനിടയിലുള്ള കാലയളവാണ് ജീവിതം എന്ന് പറയുന്നത്. ഈ പ്രിയപ്പെട്ട മാതാവ് ദൈവം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും മനോഹരമായി ഭംഗിയായി അത് പൂർത്തീകരിച്ച് ദൈവം വിളിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്രയാവുകയാണ്. ഇന്ന് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ പലർക്കും സന്നിഹിതരാകാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നിട്ട് പോലും ധാരാളം വിശ്വാസികൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കുടുംബത്തോടും ഈ പ്രിയപ്പെട്ട മാതാവിനോടും ഒക്കെ ഉള്ള സ്നേഹവും വ്യക്തിബന്ധവും പുലർത്താനും ഈ അവസാനമായ ഈ യാത്രയിൽ പങ്കുചേർന്ന് ഈ കുടുംബത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ പങ്കുചേരുകയാണെന്ന് ചെയ്യുന്നത്. മരണത്തെക്കുറിച്ച് യഥാർത്ഥമായൊരു പുതിയ നിർവചനം നൽകിയിട്ടുള്ളത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മരണത്തിനപ്പുറത്ത് എന്ത്, മരണാന്തര ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നൽകുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. മരണം ജീവിതത്തിൻ്റെ ഒരു പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കവാടമാണ് എന്ന് യേശു ക്രിസ്തു പ്രസംഗിച്ചു,
സ്വന്തം ജീവിതത്തിൽ അത് തെളിയിക്കുകയും ചെയ്തു. ലോകത്തിലെ വ്യത്യസ്ത മതങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും മരണത്തെക്കുറിച്ച് അവരെ പലതും പഠിപ്പിക്കുകയും എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും മരണവും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സ്വന്തം ജീവിതം മുഖേന ചില യാഥാർത്ഥ്യങ്ങൾ പകർന്നു കൊടുത്തിട്ടുള്ളത് യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് മരണത്തെ തൃണവൽക്കരിക്കുവാൻ, മരണം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ അന്ത്യവുമല്ല, അത് മറ്റൊരു ജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശനമാണെന്ന് ക്രിസ്തു പഠിപ്പിച്ചു, സ്വന്തം ജീവിതത്തിൽ അത് കാണിക്കുകയും ചെയ്തു. തിരുവെഴുത്തുകൾ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ പ്രവാസികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിതാവായിരിക്കുന്ന യാക്കോബ് മിസ്രൈമിൽ ചെന്ന് നഷ്ടപ്പെട്ടു പോയ മകനായിരുന്ന യൗസേപ്പിനോടൊത്ത് സന്തോഷിക്കുന്ന സന്ദർഭത്തിൽ ഫറവോ രാജാവുമായിട്ട് കൂടിക്കാഴ്ച നടന്നു. ആ കൂടിക്കാഴ്ചയിൽ രാജാവിനെ അനുഗ്രഹിക്കുകയും രാജാവ് പല കുശലപ്രശ്നങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യത്തിനിടയിൽ ഈ രാജാവ് പിതാവായിരിക്കുന്ന ആ യാക്കോബിനോട് ചോദ്യം, അങ്ങേക്ക് വയസ്സ് എത്രയായിരുന്നു? വയസ്സ് എത്രയായി എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. യാക്കോബ് പറയുന്നത്, എൻ്റെ പരദേശ പ്രയാണത്തിൽ 130 വർഷം പിന്നിട്ടിരിക്കുന്നു, കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ഉത്തരം സാധാരണ നമ്മളാരും പറയാറില്ല. നമ്മോട് പ്രായം ചോദിക്കാറില്ല. ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഇത്ര വയസ്സ് പ്രായമായി എന്ന് പറയാനായിരുന്നു നമുക്കിഷ്ടം. പക്ഷേ ഒരു സ്പോണ്ടേനിയസ് ആൻസർ കൊടുത്തപ്പോഴവിടെ പറഞ്ഞു, എൻ്റെ പരദേശ പ്രയാണത്തിൽ 130 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട പുതിയൊരു ജീവിതം ആരംഭിക്കുമെന്ന് പല സന്ദർഭത്തിലും പറഞ്ഞപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായില്ല. പിതാവായ യാക്കോബ് പറഞ്ഞു, ഇവിടെ പരദേശവാസമാണ് ഞാൻ നയിക്കുന്നത് എന്ന് പറഞ്ഞ ആ ആശയം തന്നെ പരിശുദ്ധനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ വേറെ ഒരു രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പൗരത്വം അത് സ്വർഗത്തിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ തിരുവെഴുത്തുകളിൽ നൽകുന്ന ഈ സൂചനകളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും നാം കൂട്ടി വായിക്കുമ്പോൾ അതിനെല്ലാം നമുക്കും അവകാശപ്പെട്ടതാണ്. ആ ജീവിതം എന്ന് പറയുന്നത് നമുക്കും അവകാശമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. യേശുക്രിസ്തു വിശ്വസിക്കുന്ന ആർക്കും മരണമില്ല എന്ന് പറയുന്നതും ഈ അർത്ഥത്തിലാണ്. ഈ പ്രിയപ്പെട്ട മാതാവ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഈ മാതാവിൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ദൈവത്തെ ഭയപ്പെട്ട് സഭയോട് വളരെ അധികം സഹകരിച്ച് സഭയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നു. ഇന്ന് ഇവിടെ വരാനുള്ള യാത്രയ്ക്ക് ചില ക്രമീകരണം ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചപ്പോൾ ബാബു പറഞ്ഞു, തിരുമേനി ഇന്ന് വരുന്നത് അത്ര മതിയല്ല, വന്നതായിട്ട് ഞാൻ കണക്ക് വെച്ചോളാം, പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞെങ്കിലും അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ തയ്യാറാകാൻ എനിക്ക് നിവൃത്തിയില്ല. കാരണം ബാബു ഇപ്പോഴല്ല, സഭയ്ക്ക് ഒരുപാട് കടപ്പാടുള്ള ഒരു കുടുംബമാണ്. ആ കടപ്പാട് ഉത്തരവാദിത്വമാണെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഈ സഭയോട് സ്നേഹിച്ച് സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച് സമയവും ധനവും ഒക്കെ ചെലവഴിക്കുന്ന ഒരു കുടുംബാംഗം, അല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ ഒരു പുത്രൻ, അത് ഈ അമ്മ തന്നെയാണ്. മാതാവ് സ്വർഗത്തിൽ ക്രിസ്തുവിൻ്റെ സന്നദ്ധിയിൽ ഒരുമിച്ച് ചേർന്ന് അവിടെ തൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഒരു വിശ്രമ ജീവിതം നയിക്കാനുള്ള സാധ്യതയും തിരുവെഴുത്തുകളിലൂടെ നമുക്ക് ലഭിക്കുന്നു. അതങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മാതാവ് നൽകിയിട്ടുള്ള നല്ല സന്ദേശങ്ങളും ജീവിത മാതൃകകളും തലമുറയ്ക്ക് ഒരു വഴികാട്ടിയായി അല്ലെങ്കിൽ അതൊരു സന്ദേശമായി അവരുടെ ജീവിതത്തിലും പകർത്തുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല.
ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാടിൽ വിഷമിച്ചും നൊമ്പരപ്പെട്ടും ഇരിക്കുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. മലങ്കര സഭയുടെയും വ്യക്തിപരമായ എൻ്റെയും എല്ലാ വിധത്തിലുള്ള അനുശോചനവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും